പിന്നെ ശബരിമല ക്ഷേത്രത്തിന്റെ കാര്യം തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചല്ലോ. പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ശബരിമല ഗ്രൂപ്പ് എന്നൊരു പ്രത്യേക ഗ്രൂപ്പ് തന്നെ. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എത്തിയിരിക്കുന്നത് ദേവസ്വം ബോർഡ് പരീക്ഷയിലെ സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമ്മുടെ പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളെ പരിചയപ്പെടുത്താനാണ്. വളരെ പ്രധാനപ്പെട്ടത് എന്ന് തോന്നിയത്, അല്ലെങ്കിൽ ഇനി വരുന്ന പരീക്ഷകളിലും ചോദിക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നിയത്, അത്തരത്തിലുള്ള ഏതാനും ചോദ്യങ്ങളെ ഇന്നത്തെ സെഷനിൽ നമുക്ക് പരിചയപ്പെടാൻ ശ്രമിക്കാം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ആദ്യം നട തുറക്കുന്ന ക്ഷേത്രം എന്ന് വിഖ്യാതമായ ക്ഷേത്രം ഏതാണ്? തിരുവിൽവാമലയാണോ, തിരുവാർപ്പാണോ, തിരുനെല്ലിയാണോ, തിരുവല്ലം ക്ഷേത്രമാണോ? ആദ്യം നട തുറക്കുന്ന ക്ഷേത്രം ഇതിൽ ഏതാണ്? തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാം, ശരിയായ ഉത്തരം തിരുവാർപ്പാണ്. തിരുവാർപ്പ് ക്ഷേത്രമാണ് കേരളത്തിൽ ഏറ്റവും ആദ്യം നട തുറക്കുന്നത്. ചില വിശദീകരണങ്ങൾ നമുക്കൊന്നറിയേണ്ടതായിട്ടുണ്ട്. ഇതാണ് തിരുവാർപ്പ് ക്ഷേത്രത്തിന്റെ ആകാശ ദൃശ്യം. കണ്ടോ, ഈ കാണുന്നതാണ് തിരുവാർപ്പ് ക്ഷേത്രം. എന്തുകൊണ്ടാണ് ഇത്രയും രാവിലെ നട തുറക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഏത് ക്ഷേത്രം വരുന്നത്? ഈ പറയുന്ന തിരുവാർപ്പ് ക്ഷേത്രം വരുന്നത്. കേരളത്തിലെന്നല്ല, ഇന്ത്യയിൽ തന്നെ ആദ്യം നട തുറക്കുന്ന ക്ഷേത്രമാണ് തിരുവാർപ്പ്. ഏത് സമയത്താണ് നട തുറക്കുന്നത്? പുലർച്ചെ 2 മണിക്ക് നട തുറന്ന് കൃഷ്ണൻ അഭിഷേകം നടത്തി ആദ്യം ഉഷപ്പായസം നേദിക്കുന്നത് ഇവിടെയാണ്. ഇതൊക്കെ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദ്യമായിട്ട് വരാൻ സാധ്യതയുള്ളതാണ്. എന്താണ് ഈ 2 മണിക്ക് നട തുറന്ന് ഉഷപ്പായസം നേദിക്കുന്നതിന് പിന്നിലെ ഐതിഹ്യം എന്ന് ചോദിച്ചാൽ, കംസവധത്തിന് ശേഷം അതിയായ വിശപ്പും ക്രോധവുമായി വന്ന കൃഷ്ണന് അമ്മയായ യശോദ ഉഷപ്പായസം നൽകിയാണത്രേ വിശപ്പ് ശമിപ്പിച്ചത്. ആ മൂർത്തിയാണ്, ആ സങ്കല്പമാണ് നമ്മുടെ തിരുവാർപ്പിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അതിരാവിലെ നട തുറക്കുന്നതും ഉഷപ്പായസം നിവേദിക്കുകയും ചെയ്യുന്നത്. അതുപോലെ മറ്റൊരു പ്രത്യേകതയാണ്, ഒരുമാതിരിപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങളും, കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളും തന്നെ ഗ്രഹണ സമയത്ത് അടച്ചിടാറാണ് പതിവ്. പക്ഷേ ഗ്രഹണം പോലും എന്തിനു ബാധകമല്ല? തിരുവാർപ്പ് ക്ഷേത്രത്തിന് ബാധകമല്ല. ഗ്രഹണ സമയത്ത് നടയടയ്ക്കാത്ത ക്ഷേത്രം ഏത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും തിരുവാർപ്പ് ക്ഷേത്രം തന്നെയാണ്. ഒരിക്കൽ സൂര്യഗ്രഹണത്തിന് അടച്ചതിന് ശേഷം വാതിൽ തുറന്നപ്പോൾ കൃഷ്ണന്റെ അരഞ്ഞാണം താഴെ കിടക്കുകയായിരുന്നു അത്രേ. കൃഷ്ണന് അത്ര പോലും വിശപ്പ് സഹിക്കാൻ പറ്റുകില്ല. അപ്പോൾ ആ സമയത്ത് വന്ന മഹർഷിയാണ് എന്തു പറഞ്ഞത്? ഇവിടെ ഗ്രഹണ സമയത്ത് പോലും അടച്ചിടരുത്, ബാലകൃഷ്ണനാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്, സദാസമയവും വിശപ്പായിരിക്കും എന്ന് പറഞ്ഞത് മഹർഷിയായിരുന്നു. അതിനുശേഷമാണ് ഈ പറയുന്നത് പോലെ ഗ്രഹണ സമയത്ത് ക്ഷേത്രം അടച്ചിടാതിരിക്കാൻ തുടങ്ങിയത്. തിരുവാർപ്പ് ക്ഷേത്രത്തിൽ മാത്രം കാണുന്ന പ്രത്യേകതയാണ് പൂജാരിയുടെ കയ്യിൽ ഗോപുരവാതിലിന്റെ താക്കോലിനൊപ്പം കോടാലിയും ഉണ്ടാകും എന്നുള്ളത്. എന്താണ് ഇതിന്റെ പിന്നിലെ കാരണം? ഈ കോടാലി എപ്പോഴും ഗോപുരവാതിലിൽ കാണും. ഏതെങ്കിലും സാഹചര്യത്തിൽ താക്കോൽ കൊണ്ട് വാതിൽ തുറക്കാൻ സാധിച്ചില്ലെങ്കിൽ കോടാലി കൊണ്ട് വെട്ടിപ്പൊളിച്ച് ഭഗവാന് നിവേദ്യം നൽകണം എന്നാണ് പറയപ്പെടുന്നത്. നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ് കാരണം. വിശപ്പ് സഹിക്കാൻ ആവില്ല. അതുകൊണ്ട് തന്നെ 2 മണിക്ക് അഭിഷേകം കഴിഞ്ഞ ഉടനെ തന്നെ ഉഷപ്പായസം നിവേദിക്കണം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു കാരണവശാൽ അത് മുടങ്ങാമോ? മുടങ്ങാനേ പാടില്ല. അപ്പോൾ താക്കോൽ ഏതെങ്കിലും കാരണവശാൽ തുറക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നാൽ കോടാലി കൊണ്ട് ക്ഷേത്രത്തിന്റെ വാതിൽ വെട്ടിപ്പൊളിച്ചിട്ടാണെങ്കിലും നിവേദ്യം നടക്കണം എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിലെ സങ്കല്പം. 5 തവണത്തെ പൂജയുള്ള മഹാക്ഷേത്രമാണ്. 5 തവണ ഇവിടെ പൂജയുണ്ട്. പക്ഷെ മറ്റൊരു പ്രത്യേകത നോക്കിക്കേ, എല്ലായിടത്തും ദീപാരാധനയ്ക്ക് ശേഷമാണല്ലോ അത്താഴപൂജ നടക്കുന്നത്. പക്ഷെ തിരുവാർപ്പിൽ എങ്ങനെയാണ്? അത്താഴപൂജ ദീപാരാധനയ്ക്ക് മുമ്പാണ് നടക്കുന്നത്. കാരണം എന്താണ്? നിവേദ്യം ആദ്യം വേണം, അതിനുശേഷം മതി ആരാധനയും മറ്റ് കാര്യങ്ങളും എന്നുള്ള സങ്കല്പമാണ് നമുക്കിവിടെ കാണാനാവുക. അങ്ങനെ ഏറെ കൗതുകകരമായ ഒരുപാട് കാര്യങ്ങൾ ഒത്തിണങ്ങിയിട്ടുള്ള ക്ഷേത്രം കൂടിയാണ് തിരുവാർപ്പ് ക്ഷേത്രം. ഒരുപാട് തവണ തിരുവാർപ്പ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങളാണ് പോയിന്റ് രൂപത്തിൽ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം ഇതാണ്: പഞ്ചലോഹ വിഗ്രഹത്തിൽ ഉൾപ്പെടാത്തത് ഏത്? അതായത് പഞ്ചലോഹത്തിൽ ഉൾപ്പെടാത്തത് ഏത് എന്നതാണ് ചോദ്യം. പഞ്ചലോഹം എന്ന് പറഞ്ഞാൽ 5 ലോഹങ്ങൾ ചേർന്നതാണ്. ആ 5 ലോഹങ്ങളിൽ ഉൾപ്പെടാത്ത ഏതോ ഒന്ന് ഇവിടെ ഉൾപ്പെട്ടിട്ടുണ്ട്. അതേത് എന്ന് കണ്ടെത്തണം.
ഓടാണോ, പിച്ചളയാണോ, ചെമ്പാണോ, ഇരുമ്പാണോ പഞ്ചലോഹത്തിൽ ഉൾപ്പെടാത്തത്? ശരിയായ ഉത്തരം പിച്ചളയാണ്. പഞ്ചലോഹത്തിൽ പിച്ചള ഉൾപ്പെടുന്നില്ല. പിന്നെ പഞ്ചലോഹത്തിൽ ഉൾപ്പെടുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണ് നോക്കിക്കേ. ഇരുമ്പ് അഥവാ അയൺ, വെളുത്തീയം അഥവാ ടിന്ന്, ചെമ്പ് അഥവാ കോപ്പർ, സ്വർണം അഥവാ ഗോൾഡ്, വെള്ളി അഥവാ സിൽവർ. ഈ പറയുന്ന 5 ലോഹങ്ങളെയും ചേർത്താണ് എന്ത് വിളിക്കുന്നത്? പഞ്ചലോഹം എന്ന് വിളിക്കുന്നത്. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ്. ചുവടെ തന്നിട്ടുള്ളതിൽ പഞ്ചലോഹങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള ഗണമേത്, അല്ലെങ്കിൽ പഞ്ചലോഹത്തിൽ ഉൾപ്പെടാത്ത ലോഹമേത്? അത്തരത്തിലുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിക്കുന്നതാണ്. ഒരു കാരണവശാലും മറന്നു പോകരുത്. വെങ്കലം അഥവാ ഓട്, ഇരുമ്പ്, ചെമ്പ്, വെളുത്തീയം എന്നീ ലോഹങ്ങളുടെ കൂട്ടാണ്. ഇവയിൽ വെള്ളി, സ്വർണം എന്നിവ നാമമാത്രമായ അളവിൽ ചേർത്താണ് പഞ്ചലോഹം ഉണ്ടാക്കുന്നത്. സ്വർണവും വെള്ളിയും കൂടിയാൽ ചിലവ് കൂടും എന്നതിനോടൊപ്പം തന്നെ ബലം കുറയുകയും ചെയ്യും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അവ നാമമാത്രമായിട്ട് പേരിന് മാത്രം ചേർക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. വളരെ പ്രധാനപ്പെട്ടത് എന്ന് തോന്നിയ, ആവർത്തിക്കപ്പെട്ടിട്ടില്ല എന്നാലും അറിഞ്ഞിരിക്കേണ്ടത് എന്ന് തോന്നിയ ഒരു ചോദ്യമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്ഷേത്രാചാര വിധിപ്രകാരം നടത്തപ്പെടുന്ന മുളയിടൽ കർമ്മത്തിൽ എത്ര പാലികകളിലായാണ് മുളയിടുന്നത്? വളരെ പ്രധാനപ്പെട്ടത് എന്ന് തോന്നിയ ഒരു ചോദ്യമാണ്. എത്ര പാലികകളിലായാണ് മുളയിടൽ കർമ്മത്തിൽ മുളയിടുന്നത് എന്നതാണ് ചോദ്യം. 8, 12, 16, 4 എന്നീ ഓപ്ഷനുകളാണ് തന്നിട്ടുള്ളത്. ശരിയായ ഉത്തരം എന്താണ്? 16 ആണ്. 16 പാലികകളിലായാണ് മുളയിടൽ കർമ്മത്തിൽ മുളയിടുന്നത്. നമുക്ക് ഈ ചടങ്ങിനെ കുറിച്ച് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. സാധാരണയായി കൊടിയേറ്റത്തിന് മുൻപാണ് മുളയിടൽ ചടങ്ങ് നടത്തുന്നത്. ചുറ്റമ്പലത്തിലെ ഈശാന കോണിൽ ഇതിന് പ്രത്യേക സ്ഥാനമുണ്ട്. ഈശാന കോൺ എന്ന് പറയുമ്പോൾ വടക്ക് കിഴക്കേ മൂലയായിട്ട് വരും. ആ മൂലയിലാണ് നമ്മുടെ ചുറ്റമ്പലത്തിൽ മുളയിടൽ ചടങ്ങ് നടത്തുന്നത്. എന്താണ് ഈ പാലിക എന്ന് പറഞ്ഞാൽ? മുളധാന്യങ്ങൾ മുളപ്പിക്കാൻ ഉപയോഗിക്കുന്ന മരത്തിൻ്റെയോ മണ്ണിൻ്റെയോ ചുവട്ടിൽ സുഷിരങ്ങളുള്ള പരന്ന പാത്രത്തെയാണ് പാലികകൾ എന്ന് വിളിക്കുന്നത്. ഈ പാലികകളിലാണ് മുളയിടൽ നടത്തുന്നത്. നോക്കാം നമുക്ക്. 16 പാലികകളിൽ ഏറ്റവും അടിയിൽ ശുദ്ധമായ പൊടിമണ്ണ്, അതിനു മുകളിൽ അരിച്ച മണൽ, അതിനു മുകളിൽ ചാണകപ്പൊടി എന്ന ക്രമത്തിൽ നിറച്ചു വച്ചിരിക്കുന്നു. തുടർന്ന് അതത് ദേവന്മാർക്ക് പറഞ്ഞിരിക്കുന്ന ധാന്യങ്ങൾ, അല്ലെ, നവഗ്രഹങ്ങളെ സങ്കല്പിച്ചുകൊണ്ടുള്ള നവധാന്യങ്ങൾ ഒരുമിച്ച് കലർത്തി പാലിൽ കഴുകിയ ശേഷം പാലികകളിൽ നിറയ്ക്കുന്നു. ഇവ ചന്ദ്രന്റെ 16 കലകളെ പ്രതിനിധാനം ചെയ്യുന്നു. അതുകൊണ്ടാണ് 16 പാലികകളിലായി മുളയിടൽ ചടങ്ങിനുള്ള ഇത് നിറയ്ക്കുന്നത്. അപ്പോൾ ചന്ദ്രന്റെ 16 കലകളെയാണ് അവ പ്രതിനിധാനം ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ടത്. ആരൊക്കെയാണ് ആ നവഗ്രഹങ്ങൾ എന്ന് നമുക്കറിയാം. നവഗ്രഹങ്ങൾ സൂര്യൻ, ആയുർബലത്തിന് വേണ്ടിയാണ് സൂര്യനെ ആരാധിക്കുന്നത്. മനോബലത്തിനു വേണ്ടി ചന്ദ്രനെയും, രക്തപ്രസാദത്തിനു വേണ്ടി കുജനെയും, ബുദ്ധിശക്തിക്കു വേണ്ടി ബുധനെയും, ഓജസ്സിനു വേണ്ടി വ്യാഴത്തെയും, കൊഴുപ്പിനു വേണ്ടി ശുക്രനെയും, ബലത്തിനു വേണ്ടി ശനിയെയും പ്രാർത്ഥിക്കുകയാണ് പതിവ്. കൂടാതെ രാഹു, കേതു തുടങ്ങിയ നവഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശക്തമായ സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവരെ പ്രീതിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ നവധാന്യങ്ങൾ പാലികകളിൽ ഉത്സവ സമയത്ത് നിറയ്ക്കുന്നത്. ക്ഷേത്രങ്ങളിലാകട്ടെ ഈ ചൈതന്യങ്ങൾ ലഭിക്കുന്നത് നവഗ്രഹങ്ങളിൽ ഓരോന്നിൻ്റെയും ഊർജത്തെ വലിച്ചെടുത്ത് പ്രകൃതി നിറയ്ക്കുന്ന നവധാന്യങ്ങൾ മൂലമാണ്. നവധാന്യങ്ങൾക്കകത്ത് നിറച്ചു വച്ചിരിക്കുന്നത് അതത് ഗ്രഹങ്ങളുടെ ഊർജമാണ് എന്നാണ് സങ്കല്പം. ആ അടിസ്ഥാനത്തിലാണ് പാലികകളിൽ ഇവ നിറയ്ക്കുന്നത്, പാലിൽ കുഴച്ച് ഇവ നിറയ്ക്കുന്നത്. നവധാന്യങ്ങൾ ജലത്തിൽ കുതിർത്ത് മുളപ്പിക്കുമ്പോൾ അതത് ഗ്രഹങ്ങളിൽ നിന്നും ഊർജം വലിച്ചെടുക്കുന്നു. ഇങ്ങനെ മുളപ്പിച്ച നവധാന്യങ്ങൾക്ക് നിരന്തരം ഗ്രഹോർജത്തെ ആഗിരണം ചെയ്യാനുള്ള ശേഷി ഉപയോഗപ്പെടുത്താനുള്ള പദ്ധതിയെയാണ് നമ്മൾ എന്തു പറയുന്നത്? മുളയിടൽ അഥവാ നവധാന്യങ്ങൾ മുളപ്പിക്കൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കിട്ടിയല്ലോ? വ്യക്തമായല്ലോ? ആവർത്തിച്ച് ചോദിച്ചിട്ടില്ല, പക്ഷേ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു വേറിട്ട ചോദ്യമായിട്ട് ഇത് തോന്നി, അതുകൊണ്ട് ഇവിടെ ഉൾപ്പെടുത്തിയതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ദേവദത്തം എന്ന ശംഖ് ആരുടേതാണ്?
കൃഷ്ണൻ, ഭീമൻ, അർജുനൻ, കർണൻ ഇവരിൽ ആരുടെ ശംഖാണ് ദേവദത്തം എന്ന പേരിൽ അറിയപ്പെടുന്നത്? വളരെ പ്രധാനപ്പെട്ടത്. ശരിയായ ഉത്തരം അർജുനനാണ്. അർജുനന്റെ ശംഖിന്റെ പേരാണെന്ത്? ദേവദത്തം എന്നുള്ളത്. നോക്കിക്കേ, പാഞ്ചജന്യം എന്ന ശംഖ് അല്ലെ, ഏറ്റവും പ്രസിദ്ധമാണ്. പാഞ്ചജന്യം എന്ന ശംഖ് ആരുടേതാണ്? ശ്രീകൃഷ്ണന്റേതാണ്. ദേവദത്തം അർജുനന്റേതാണ്. ഭീമന്റെ ശംഖ് ഏതാണ്? പൗണ്ട്രം. പൗണ്ട്രം എന്ന ശംഖ് ഭീമനന്റേതാണ്. അനന്തവിജയം എന്ന ശംഖ് യുധിഷ്ഠിരന്റേതാണ്. സുഘോഷം നകുലന്റെയാണ്. മണിപുഷ്പകം എന്ന ശംഖാണ് സഹദേവൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരും ഉപയോഗിക്കുന്ന ശംഖ് പഠിച്ചു വെക്കേണ്ടതാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ശംഖിന്റെ ചില പ്രാധാന്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇടംപിരി ശംഖ്, വലംപിരി ശംഖ് എന്നിങ്ങനെ രണ്ട് ശംഖുകളാണ് പ്രസിദ്ധമായ അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളത്. ഇടംപിരി ശംഖാണ് പൂജകൾക്ക് ഉപയോഗിക്കുന്നത്. ശ്രദ്ധിക്കണം കേട്ടോ. ശം എന്ന വാക്കിന് മംഗളം, ഐശ്വര്യം എന്നൊക്കെയാണ് അർത്ഥം. ഖം എന്നാൽ ആകാശം എന്നും അർത്ഥം പറയുന്നു. അതായത് ഐശ്വര്യത്തെയും മംഗളത്തെയും പ്രദാനം ചെയ്യുന്ന ദിവ്യമായ വസ്തുവാണത്രേ ശംഖ്. ശം മംഗളം, ഖം ആകാശം. മറക്കരുത് കേട്ടോ. ഓരോ അക്ഷരവും ഓരോ അക്ഷരത്തിൻ്റെയും അർത്ഥം ഒക്കെ പരീക്ഷയ്ക്ക് ചോദ്യമായിട്ട് വരാവുന്നതാണ്. വിഷ്ണുവിനാൽ കൊടുക്കപ്പെട്ട ശൂലത്താൽ ശിവൻ ശംഖചൂടൻ എന്ന അസുരനെ വധിച്ചു എന്നും ആ അസുരന്റെ അസ്ഥികളാണ് ശംഖജാതികളായി മാറിയത് എന്നുമാണ് ഐതിഹ്യം പറയുന്നത്. ശംഖിൽ ഊതുന്ന ഭാഗം ചന്ദ്രനെയും പിൻഭാഗം പ്രജാപതിയെയും ഉൾവശം വരുണനെയും അഗ്രഭാഗം ഗംഗയും സരസ്വതിയും അല്ലെ ഇവരെയൊക്കെ സങ്കല്പിച്ചുകൊണ്ടാണ്. അപ്പൊ ആ അത്രയും വലിയ ശംഖിൽ ഊതുന്ന ഭാഗം ചന്ദ്രൻ കുടികൊള്ളുന്നു അത്രേ, പിൻഭാഗത്ത് പ്രജാപതിയാണ്, ഉള്ളിൽ വരുണനാണ്, അറ്റങ്ങളിൽ ഗംഗയും സരസ്വതിയുമാണ്. ഈ സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് മംഗളവാദ്യമായിട്ട് ശംഖ് ഊതുന്നത്, ശംഖ് മുഴക്കുന്നത്. ഈ ദേവന്മാരുടെയൊക്കെ അനുഗ്രഹം അല്ലെങ്കിൽ സാന്നിധ്യം പ്രതീക്ഷിച്ചുകൊണ്ടാണ് എന്ന കാര്യം കൂടി ഓർക്കുക. അടുത്ത ചോദ്യം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരം മനസ്സിലാകും എങ്കിൽ പോലും വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് ഇവിടെ സൂചിപ്പിക്കുകയാണ്. സവ്യാപസവ്യ പ്രദക്ഷിണം വിധിച്ചിട്ടുള്ളത് ഏത് ക്ഷേത്രത്തിലാണ്? ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാം, നമ്മൾ ഇത്തിരി വേറിട്ട തരത്തിൽ പ്രദക്ഷിണം വയ്ക്കുന്നത് എവിടെയാണ്? ശിവക്ഷേത്രത്തിലാണ്. അപ്പൊ സവ്യാപസവ്യ പ്രദക്ഷിണം എന്നൊരു പ്രത്യേക പേര് കേൾക്കുമ്പോൾ തന്നെ ആ പ്രദക്ഷിണത്തിന് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടല്ലോ, അത് ശിവക്ഷേത്രത്തിലാണല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാൻ സാധ്യതയുണ്ട് അല്ലെ. ശിവക്ഷേത്രത്തിലാണ് സവ്യാപസവ്യ പ്രദക്ഷിണം നടത്താറുള്ളത്. അതിന്റെ വിശദീകരണം നമുക്കൊന്ന് പരിശോധിക്കാം. പ്രദക്ഷിണത്തിൽ എപ്പോഴും തർക്ക വിതർക്കങ്ങൾക്ക് ഇടയാക്കുന്നതാണ് ശിവക്ഷേത്രത്തിലെ പ്രദക്ഷിണം. ഇതിന് സവ്യാപസവ്യം എന്നാണ് പറയുക. സവ്യം എന്നാൽ പ്രദക്ഷിണവും അപസവ്യം എന്നാൽ അപ്രദക്ഷിണവുമാണ്. ആദ്യം പ്രദക്ഷിണമായി നടന്ന് പിന്നീട് അപ്രദക്ഷിണമായി പൂർത്തിയാക്കുക എന്നതാണ് ശിവക്ഷേത്രത്തിലെ പ്രദക്ഷിണ ശാസ്ത്രം. പലരും എന്തുകൊണ്ടാണ് അങ്ങനെ വയ്ക്കുന്നത്, അങ്ങനെ പ്രദക്ഷിണം ശിവക്ഷേത്രത്തിൽ വയ്ക്കുന്നത് എന്ന് ചോദിച്ചാൽ മറുപടിയായിട്ട് പറയാറുള്ളത് എന്താണ്? നിങ്ങളും ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകും, ശിവന്റെ ജടയിലാണ് ഗംഗാദേവി കുടികൊള്ളുന്നത്. അപ്പൊ ഗംഗയാണ് ശിവന്റെ ജടയിൽ നിന്നും പ്രവഹിക്കുന്നത്. ആ ഗംഗാപ്രവാഹമാണ് ഓവിലൂടെ ഒഴുകുന്നത് എന്ന സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിൽ, ഗംഗാനദിയെ കവച്ചു വയ്ക്കരുത് എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ശിവക്ഷേത്രത്തിലെ ഓവ് കവച്ചു വയ്ക്കാത്തതും അതിന് മുൻപ് വച്ച് പ്രദക്ഷിണം അവസാനിപ്പിച്ചുകൊണ്ട് അപ്രദക്ഷിണം വയ്ക്കുന്നതും എന്നാണ് പലരോടും ചോദിക്കുമ്പോൾ മറുപടിയായിട്ട് പറയാറുള്ളത്. എന്നാൽ യഥാർത്ഥത്തിലുള്ള കാരണം അതല്ലത്രേ. പിന്നെയോ, യോഗമാർഗത്തിന്റെ ഏറ്റവും ഉത്തമ നിലയെ ഭക്തൻ പ്രാപിക്കുന്നത് ശിവക്ഷേത്രത്തിലെ സോമരേഖയ്ക്ക് അടുത്തെത്തുമ്പോഴാണ്. അവിടെ നിന്ന് തുടർന്നും മുന്നോട്ട് പോകുമ്പോൾ ഭക്തൻ യോഗമാർഗത്തിൽ നിന്നും അധപ്പതിക്കുകയാണ് ചെയ്യുന്നത്. അതില്ലാതാക്കാനാണ് അപ്രദക്ഷിണമായി തിരിച്ചു നടക്കുന്നത്. ഇതാണ് ഓവിനെ മുറിച്ച് കടക്കാതിരിക്കുന്നതിലുള്ള യജ്ഞയോഗ ശാസ്ത്രത്തിന്റെ വിശദീകരണം. നമ്മുടെ നാട്ടിൽ ഓവിനെ മുറിച്ച് കടക്കാതിരിക്കുന്നതിൽ ബാലിശമായ നിരവധി കഥകൾ പ്രചാരത്തിലുണ്ട്. ഞാൻ ഇപ്പൊ പറഞ്ഞത് അല്ലെ, ശിവന്റെ ജടയിൽ നിന്നും പ്രവഹിക്കുന്ന ഗംഗാപ്രവാഹവുമായി ബന്ധപ്പെടുത്തിയുള്ള വിശ്വാസങ്ങളും ഇതിന്റെ പിന്നിലുണ്ട്. പക്ഷേ യജ്ഞയോഗ മാർഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതാണ് യോഗമാർഗം
കവഞ്ച് വച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരുവന്റെ മനോനില അധപ്പതിക്കുകയാണ് ചെയ്യുന്നത്. അക്കാരണം കൊണ്ടാണ് ശിവക്ഷേത്രത്തിൽ ഓവ് മുറിച്ച് കടക്കരുത്, അല്ലെങ്കിൽ സവ്യ പ്രദക്ഷിണമാണ് ശിവക്ഷേത്രത്തിൽ ചെയ്യേണ്ടത് എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം. വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഇനി പ്രദക്ഷിണത്തിന്റെ മറ്റു ചില കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതായത് രാവിലെ പ്രദക്ഷിണം വെച്ചാൽ രോഗശമനമാണ് ഫലമത്രേ. ഉച്ചയ്ക്ക് അഭീഷ്ടസിദ്ധിയും സന്ധ്യയ്ക്ക് പാപപരിഹാരവും രാത്രി മോക്ഷവുമാണ് പ്രദക്ഷിണം കൊണ്ടുള്ള ഫലം. അതുപോലെ പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമാണ് പ്രദക്ഷിണ സംഖ്യ. ഓരോ ദേവന്മാർക്കും എത്ര പ്രദക്ഷിണമാകാം എന്ന് പരീക്ഷയ്ക്ക് ചോദ്യം വരാറുണ്ട്. എല്ലാ ദേവീ ദേവന്മാർക്കും പൊതുവിൽ 3 പ്രദക്ഷിണമാകാം എന്ന് പറയുന്നു. ആദ്യത്തെ പ്രദക്ഷിണം പാപമോചനത്തിന്, രണ്ടാമത്തെ പ്രദക്ഷിണം ദേവദർശന അനുമതിയാണ്, മൂന്നാമത്തെ പ്രദക്ഷിണം ഐശ്വര്യം പ്രദാനം ചെയ്യുന്നുവത്രേ. അതുകൊണ്ടാണ് മിക്കവാറും ക്ഷേത്രത്തിൽ എല്ലാവരും തന്നെ 3 പ്രദക്ഷിണം വയ്ക്കുന്നത്. ഏത് ദേവിക്കാകട്ടെ ദേവനാകട്ടെ 3 പ്രദക്ഷിണം അംഗീകരിച്ചു പോരുന്നു. ഇനി പ്രദക്ഷിണ സംഖ്യ എത്രയാണ് എന്ന് കൃത്യമായി എടുത്തു ചോദിച്ചാൽ എന്തു പറയണം? നമുക്കിവിടെ നോക്കാം. ഒറ്റ പ്രദക്ഷിണം ആർക്കാണ്? ഗണപതിക്കാണ്. ഗണപതി ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ ഒറ്റ പ്രദക്ഷിണമാണ് വിധി. 2 പ്രദക്ഷിണം വയ്ക്കുന്നത് എവിടെയാണ്? സൂര്യഭഗവാനാണ് 2 പ്രദക്ഷിണം വയ്ക്കുന്നത്. 3 പ്രദക്ഷിണം മഹാദേവൻ, ശിവനാകാം, ഹനുമാനാകാം, നാഗരാജാവിനാകാം. ഇവർക്ക് 3 പേർക്കും 3 പ്രദക്ഷിണമാണ് വിധി. 4 പ്രദക്ഷിണം വയ്ക്കുന്നത് എവിടെയാണ്? 4 പ്രദക്ഷിണത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ദേവിയുടെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. 3, 5, 7 എന്നിങ്ങനെയുള്ള പ്രദക്ഷിണ സംഖ്യകൾ നമ്മൾ കൊടുക്കുന്നത് ദേവിക്കാണ്. ചില ക്ഷേത്രങ്ങളിൽ മഹാവിഷ്ണുവിനും അതുപോലെ ദേവിക്കും 4 പ്രദക്ഷിണം എന്ന് പറയപ്പെടുന്നു. പക്ഷേ ദേവിക്ക് 3, 5, 7 എന്നാണ് പൊതുവിൽ പറഞ്ഞു കാണാറുള്ളത്. ചില ക്ഷേത്രങ്ങളിൽ വിഷ്ണുവിനും ദേവിക്കും 4 പ്രദക്ഷിണം എന്ന കണക്കും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇനി മഹാവിഷ്ണു, ശ്രീരാമൻ, കൃഷ്ണൻ, ധന്വന്തരി കണ്ടോ, മഹാവിഷ്ണുവിനും ദേവിക്കും 4 പ്രദക്ഷിണം പറയുന്ന ക്ഷേത്രങ്ങളുണ്ട്. ശ്രീരാമനും കൃഷ്ണനും ധന്വന്തരിക്കും പ്രദക്ഷിണ സംഖ്യ എത്ര തന്നെയാണ്? 4 തന്നെയാണ്. 5 പ്രദക്ഷിണം ആർക്കാണ് വയ്ക്കാറുള്ളത്? ശാസ്താവിനാണ് 5 പ്രദക്ഷിണം വയ്ക്കുക. 6 പ്രദക്ഷിണം വയ്ക്കുന്നത് സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലാണ്. അരയാലിന്റെ പ്രദക്ഷിണ സംഖ്യ എത്രയാണ്? ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ ഇവരെ ത്രിമൂർത്തികളെ സങ്കല്പിച്ചുകൊണ്ട് 7 പ്രദക്ഷിണമാണ് ക്ഷേത്രങ്ങളിലെ അരയാലിന് വയ്ക്കേണ്ടത് എന്നാണ് വിധി. കിട്ടിയല്ലോ? പ്രദക്ഷിണ സംഖ്യ വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. പിന്നെ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. തിരുവിതാംകൂർ ദേവസ്വ വിഭാഗത്തെ ഭരണ സൗകര്യത്തിനായി എത്ര ദേവസ്വം ഡിസ്ട്രിക്റ്റുകളായി തരംതിരിച്ചിട്ടുണ്ട്? തിരുവിതാംകൂർ ദേവസ്വം വിഭാഗത്തെ ഭരണ സൗകര്യത്തിനായി എത്ര ദേവസ്വം ഡിസ്ട്രിക്റ്റുകളായി തരംതിരിച്ചിട്ടുണ്ട്? 5, 3, 4, 6. ഏതാണ് ശരിയായ ഉത്തരം? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. 4 ഡിസ്ട്രിക്റ്റുകൾ, 4 ദേവസ്വം ഡിസ്ട്രിക്റ്റുകളാണ് എവിടെയുള്ളത്? തിരുവിതാംകൂർ ദേവസ്വ വിഭാഗത്തിന് ഉള്ളത്. ഭരണ സൗകര്യം പ്രമാണിച്ച് ദേവസ്വം ഡിപ്പാർട്ട്മെന്റ് 4 ദേവസ്വം ഡിസ്ട്രിക്റ്റുകളായും ശബരിമല ഗ്രൂപ്പ് ഒഴികെ 20 ഗ്രൂപ്പുകളായും തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് 4 ദേവസ്വം ഡിസ്ട്രിക്റ്റുകൾ? തിരുവനന്തപുരം, അമ്പലപ്പുഴ, പത്തനംതിട്ട, വൈക്കം. അങ്ങനെ 4 ദേവസ്വം ഡിസ്ട്രിക്റ്റുകളാണ് തിരുവിതാംകൂർ തിരുവിതാംകൂറിന്റെ കീഴിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 20 ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്? നെയ്യാറ്റിൻകര, തിരുവനന്തപുരം, ഉള്ളൂര്, വർക്കല, കൊല്ലം, കൊട്ടാരക്കര, പുനലൂര്, അമ്പലപ്പുഴ, മാവേലിക്കര, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ആറന്മുള, തിരുവല്ല, മുണ്ടക്കയം, ചങ്ങനാശ്ശേരി, തൃക്കാരിയൂര്, പറവൂര്, വൈക്കം, കോട്ടയം, ഏറ്റുമാനൂര് എന്നിങ്ങനെ 20 ഗ്രൂപ്പുകളാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. പിന്നെ ശബരിമല ക്ഷേത്രത്തിന്റെ കാര്യം തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചല്ലോ. പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ശബരിമല ഗ്രൂപ്പ് എന്നൊരു പ്രത്യേക ഗ്രൂപ്പ് തന്നെ രൂപവത്കരിച്ചിട്ടുണ്ട്. ശബരിമല ദേവസ്വത്തിന്റെ ഭരണം എക്സിക്യൂട്ടീവ് ഓഫീസറാണ് നടത്തുന്നത്. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, ശബരിമല ദേവസ്വം ഗ്രൂപ്പിന്റെ ആസ്ഥാനം എവിടെയാണ്? പത്തനംതിട്ടയിലാണ് ശബരിമല ക്ഷേത്രത്തിന്റെ ദേവസ്വം ഗ്രൂപ്പിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. ചോദിക്കാറുള്ളതാണ് കേട്ടോ ആ ചോദ്യം പരീക്ഷയ്ക്ക്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. സ്വാമി വിവേകാനന്ദന് ചിന്മുദ്രയെക്കുറിച്ച് പറഞ്ഞുകൊടുത്ത കേരളീയനായ ആത്മീയ ആചാര്യൻ ഇവരിൽ ആരാണ്?
ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരുദേവൻ, ആഗമാനന്ദ സ്വാമികൾ, ചിന്മയാനന്ദ സ്വാമികൾ, ഇവരിൽ ആരാണ് വിവേകാനന്ദന് ചിന്മുദ്രയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തത് എന്നതാണ് ചോദ്യം. വളരെ പ്രധാനപ്പെട്ടത്. ചട്ടമ്പി സ്വാമികളാണ് സ്വാമി വിവേകാനന്ദന് ചിന്മുദ്രയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തത്. എന്താണ് ചിന്മുദ്ര? അതിലേക്ക് കടക്കുന്നതിന് മുൻപ് 1892 ഡിസംബർ മാസത്തിലെ ആദ്യത്തെ ആഴ്ചയിൽ വിവേകാനന്ദൻ കേരളത്തിലെ എറണാകുളം സന്ദർശിച്ചതായിട്ടാണ് ചരിത്രം പറയുന്നത്. ചിന്മുദ്രയെക്കുറിച്ച് അറിയാൻ ബഹുദൂരം യാത്ര ചെയ്ത വിവേകാനന്ദനോട് ചട്ടമ്പി സ്വാമികൾ ചിന്മയമുദ്രയെക്കുറിച്ച് അല്ലെങ്കിൽ ചിന്മുദ്രയെക്കുറിച്ച് വിശദീകരിക്കുകയാണ് ചെയ്തത്. വിരലുകൾ മടക്കി ചട്ടമ്പി സ്വാമികൾ നിഷ്പ്രയാസം ചിന്മുദ്ര കാണിച്ചു കൊടുത്തു. ഇത് തനിക്കും അറിയാമെന്നും എന്താണ് ഇതിൻ്റെ പ്രാധാന്യമെന്നും വിവേകാനന്ദൻ ആവർത്തിച്ച് ചട്ടമ്പി സ്വാമികളോട് ചോദിക്കുകയാണ് ചെയ്തത്. കൈവിരലുകൾ ഒരു പ്രത്യേക രീതിയിൽ മടക്കി യോജിപ്പിക്കുമ്പോൾ സിരാപടലങ്ങളിലെ പ്രാണപ്രവാഹം മസ്തിഷ്കത്തിലെ ഒരു പ്രത്യേക ഭാഗത്ത് പ്രതിസ്പന്ദനങ്ങൾ ഉണ്ടാക്കുമെന്നും അതിൻ്റെ ഫലമായി മനസ്സിൻ്റെ ഏകാഗ്രത വർദ്ധിക്കുമെന്നും തത്ഫലമായി ഒരു പ്രത്യേക അനുഭൂതി ഉണ്ടാകും എന്നുമുള്ള വിശദീകരണമാണ് ചട്ടമ്പി സ്വാമികളിൽ നിന്ന് സ്വാമി വിവേകാനന്ദന് ലഭിച്ചത്. ഇതാണ് ചിന്മുദ്ര അല്ലേ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സന്തോഷ് പണ്ഡിറ്റ് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കൈവിരലുകൾ ഇങ്ങനെ മടക്കി സംസാരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ചിന്മുദ്രയാണ് അദ്ദേഹം പിടിക്കാറുള്ളത്. ഇങ്ങനെ വിരലുകൾ ചേർത്ത് പിടിക്കുമ്പോഴാണ് അത് ചിന്മുദ്രയാകുന്നത്. കണ്ടോ? ഇൻക്രീസസ് മെമ്മറി പവർ ആൻഡ് ഷാർപ്പൺസ് ദ ബ്രെയിൻ അല്ലേ. തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ കുറച്ചുകൂടി കാര്യക്ഷമമാക്കുന്നു. ഇൻസോംനിയ എന്ന രോഗത്തെ ചെറുക്കുന്നു. അതുപോലെ ശരീരവേദനയെ ഇല്ലാതാക്കുന്നു. അതുപോലെ മാനസിക സമ്മർദ്ദത്തെ അല്ലേ, അൺനെസസറി ടെൻഷൻ, അനാവശ്യമായ സംഘർഷങ്ങളെ ഒഴിവാക്കാൻ ഈ മുദ്ര നല്ലതാണ്. പിന്നെയോ നല്ല ഉറക്കത്തിനും പരീക്ഷിക്കാവുന്ന ഒന്നാണ് ചിന്മുദ്ര എന്ന് പറയുന്നത്. ആത്യന്തികമായി ചിന്മുദ്രയുടെ ഉദ്ദേശം എന്താണ്? കോൺസെൻട്രേഷൻ, ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചിന്മുദ്ര പിടിക്കുക അല്ലെങ്കിൽ ചിന്മുദ്ര പിടിക്കുന്നത് ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്രകാശിത ബൃഹദാരണ്യകോപനിഷത്തിലെ പ്രസക്ത ഭാഗം ഇതിന് ഉപോദ്ബലകമായി വിവേകാനന്ദന് കാട്ടിക്കൊടുത്തുകൊണ്ട് ചിന്മുദ്രയുടെ പ്രാധാന്യം അവതരിപ്പിച്ചുകൊണ്ട് വിവേകാനന്ദന്റെ സംശയത്തിന് ചട്ടമ്പി സ്വാമികൾ അറുതി വരുത്തുകയുണ്ടായി. ആ തൃക്കൈകൾ രണ്ടും തൻ്റെ ശിരസിൽ വെച്ച് അനുഗ്രഹിക്കാൻ വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളോട് ആവശ്യപ്പെടുകയും ചട്ടമ്പി സ്വാമികൾ അങ്ങനെ ചെയ്യുകയും ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത്. ഇതിനെക്കുറിച്ച് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു വച്ചിട്ടുള്ളത് എന്താണ്? ബംഗാൾ മുതൽ കേരളം വരെ ഞാൻ സഞ്ചരിച്ചു, കണ്ടുമുട്ടിയ സ്വാമിമാരോടും പണ്ഡിതരോടും ചിന്മുദ്ര രഹസ്യം ചോദിച്ചു. ആർക്കും തൃപ്തികരമായ ഒരു ഉത്തരം തരാൻ കഴിഞ്ഞില്ല. ഇവിടെ താനൊരു അത്ഭുത പ്രതിഭയെ കണ്ടുമുട്ടി എന്നാണ് ഈ സംഭവത്തെക്കുറിച്ച് സ്വാമി വിവേകാനന്ദൻ തന്നെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. വളരെ വളരെ പ്രധാനപ്പെട്ടത്. ചിന്മുദ്ര എന്ന് കേൾക്കുമ്പോൾ സ്വാമി വിവേകാനന്ദനെയും ചട്ടമ്പി സ്വാമികളെയും ഓർക്കേണ്ടത് നിർബന്ധമാണ്. കിട്ടിയല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ശ്രീ ശങ്കരാചാര്യർ ഭാഷ്യം രചിച്ച 11ാമത്തെ ഉപനിഷത്ത് ഏതാണ്? ദശോപനിഷത്തുക്കൾ എന്ന് പറയാറുണ്ട്. ദശോപനിഷത്തുക്കൾക്ക് എന്താണ് ആ പ്രാധാന്യം കൈവരാൻ കാരണം? അത് ശങ്കരാചാര്യർ ഭാഷ്യം രചിച്ചത് കൊണ്ടാണ് ആ 10 ഉപനിഷത്തുക്കൾക്ക് പ്രത്യേക പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് അവയെ ദശോപനിഷത്തുക്കൾ എന്ന് വിളിക്കുന്നത്. എന്നാൽ അധികം ആർക്കും അറിയാത്തൊരു കാര്യമാണ് 11ാമത് ഒരു ഉപനിഷത്തിന് കൂടി ശങ്കരാചാര്യര് ഭാഷ്യം രചിച്ചിട്ടുണ്ട്. അതേത് ഉപനിഷത്തിനാണ് എന്നാണ് ചോദ്യം. നാരായണോപനിഷത്തിനാണോ, കലിസന്ധരണോപനിഷത്തിനാണോ, ശ്വേതാശ്വതരോപനിഷത്തിനാണോ, അക്ഷമാലോപനിഷത്തിനാണോ? ഏത് ഉപനിഷത്തിനാണ് 11ാമത് ശങ്കരാചാര്യർ ഭാഷ്യം രചിച്ചത് എന്നതാണ് ചോദ്യം. ശരിയായ ഉത്തരം ശ്വേതാശ്വതരോപനിഷത്തിനാണ് ശങ്കരാചാര്യർ 11ാമത് ഭാഷ്യം രചിച്ചത്. നോക്കിക്കേ,
ദശോപനിഷത്തുക്കൾക്ക് പുറമെ ശങ്കരാചാര്യ സ്വാമികൾ ഭാഷ്യം എഴുതിയത് എന്ന് കരുതുന്ന ഉപനിഷത്താണ് ശ്വേതാശ്വതരോപനിഷത്ത്. 10 ഉപനിഷത്തുക്കളും പഠിച്ചതിന് ശേഷം വിജ്ഞാനത്തെ കൂടുതൽ ഉറപ്പിക്കുന്നതിനായി 32 ഉപനിഷത്തുക്കൾ പഠിക്കണമെന്ന് മുക്തികോപനിഷത്ത് പറയുന്നു. ഇതിൽ പ്രഥമ സ്ഥാനമാണ് ശ്വേതാശ്വതരോപനിഷത്തിന് ഉള്ളത്. അതുകൊണ്ടാണ് ശങ്കരാചാര്യർ അതിന് ഭാഷ്യം ചമച്ചത്. അവസാനമായിട്ടൊരു ചോദ്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. ഏറ്റവും അധികം നമ്മുടെ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ദശപുഷ്പങ്ങളെ കുറിച്ചുള്ള ചോദ്യം. നോക്കിക്കേ, താഴെ പറയുന്നതിൽ ദശപുഷ്പത്തിൽ ഉൾപ്പെടുന്നത് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അല്ലാണ്ട് ഏതാണ് ദശപുഷ്പം, ഞാൻ പരീക്ഷയ്ക്ക് വന്ന ചോദ്യം അങ്ങനെ തന്നെ ഇവിടെ സൂചിപ്പിക്കുകയാണ് ചെയ്തത് കേട്ടോ. ചോദ്യം കാണുമ്പോൾ നമുക്ക് കാര്യം മനസ്സിലാകും അല്ലേ, ഏതർത്ഥത്തിലാണ് ഇവർ ചോദിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാകും. ഏതാണ് ദശപുഷ്പം അല്ലെങ്കിൽ ദശപുഷ്പത്തിൽ ഉൾപ്പെടുന്നത് ഇവയിൽ ഏതാണ് എന്നാണ് ചോദ്യം. അപ്പൊ ബാക്കി 3ഉം ദശപുഷ്പത്തിൽ ഉൾപ്പെടുന്നില്ല, ഏതോ 1 മാത്രമാണ് ദശപുഷ്പത്തിൽ ഉൾപ്പെടുന്നത്. അത് മുല്ലയാണോ, റോസയാണോ, തുളസിയാണോ, കറുകയാണോ? ഇതാണ് ചോദ്യം. ശരിയായ ഉത്തരം കറുകയാണ്. ഈ കൂട്ടത്തിൽ കറുക മാത്രമാണ് ദശപുഷ്പത്തിൽ ഉൾപ്പെടുന്നത്. ഏതൊക്കെയാണ് ദശപുഷ്പങ്ങൾ എന്ന് നോക്കിക്കേ. വിഷ്ണുക്രാന്തി അഥവാ കൃഷ്ണക്രാന്തി, കറുക, മുയൽ ചെവിയൻ അഥവാ ഒരിച്ചെവിയൻ, തിരുതാളി, ചെറുള, നിലപ്പന അഥവാ നെൽപ്പാത, കയ്യോന്നി അഥവാ കൈതോന്നി അഥവാ കയ്യുണ്ണി, പൂവാങ്കുറുന്നല് അഥവാ പൂവാങ്കുറുന്നില, മുക്കൂറ്റി, ഉഴിഞ്ഞ. ഈ പറയുന്ന 10 പുഷ്പങ്ങളെ ചേർത്ത്, ഇവയ്ക്ക് പുഷ്പങ്ങൾ എല്ലാത്തിലും പുഷ്പങ്ങളില്ല, എന്നിരുന്നാൽ പോലും ഇവയെ ദശപുഷ്പങ്ങൾ എന്ന വിഭാഗത്തിലാണ് നമ്മൾ പെടുത്തി ചിന്തിക്കുന്നത്. ഒരുപാട് പരീക്ഷകളിൽ ഇത് ചോദ്യമായിട്ട് വന്നിട്ടുള്ളത് നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ സെഷനിൽ പറയാൻ ഉദ്ദേശിച്ചത്. തീർച്ചയായും നമുക്ക് ഈ സെഷൻ പ്രയോജനപ്പെട്ടിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്തരത്തിലുള്ള സെഷനുകളുമായി നമുക്ക് വീണ്ടും കാണാം. ഇന്നത്തേക്ക് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.